ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പേജ് 12 ഡിഗ്രി ബേസ്ഡ് എക്സാം ചോദിച്ചാണ്. ലീനിയർ റേസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു 150 മീറ്റർ റേസിൽ 6ന് 5 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കിട്ടും. ഓക്കെ, ദെൻ ഹി വുഡ് ഹാവ് ബീറ്റ് എസ് ബൈ 35 മീറ്റർ. 5 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഹെഡ് സ്റ്റാർട്ട് കിട്ടി, ദെൻ അവൻ 35 മീറ്ററിന് എസിനെ തോപ്പിച്ചു. ദെൻ ഇഫ് എസ് ഗെറ്റ് 25 മീറ്റർ ഹെഡ് സ്റ്റാർട്ട്, 100 മീറ്റർ റേസിൽ ആരായിരിക്കും ജയിക്കുന്നത്? എത്ര എന്താ പറയാ മീറ്ററിനായിരിക്കും ജയിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന് നോക്കണം. മൊത്തം 150 മീറ്ററിന്റെ ഒരു റേസാണ്. മൊത്തം 150 മീറ്ററിന്റെ ഒരു റേസാണ്. അതിനകത്ത് 6 മെസ്സി ഇവിടെ നിൽക്കുവാന്ന് വിചാരിക്കുക. 6 മെസ്സി ഇവിടെ നിൽക്കുവാന്ന് വിചാരിക്കുക. 6ന് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി. 6ന് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പറയുവാണ്, നീ ഒരു 5 മീറ്റർ മുമ്പേ ഓടിക്കോളാൻ പറയുന്നു. ഓക്കെ, മുമ്പേ ഓടിക്കോളാൻ പറയുവാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 6ന് 145 മീറ്റർ ഓടിയാൽ മതി. 6ന് 150 ആണെങ്കിൽ 145 മീറ്റർ ഓടിയാൽ മതി. ഇനി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഓടിക്കഴിയുമ്പോൾ ദെൻ ഹി വുഡ് ബീറ്റ് എസ് ബൈ 35 മീറ്റർ. അങ്ങനെ ഓടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? 6 എസിനെ 35 മീറ്ററിൽ നിന്ന് തോപ്പിക്കുന്നതാണ്. അതായത് 6 ഓടി ഇവിടെ എത്തിക്കഴിയുമ്പോൾ എസ് ഇതിനേക്കാളും ഒരു 35 മീറ്റർ പുറകിലായിരിക്കും. 35 മീറ്റർ പുറകിലായിരിക്കും. എസ് 35 മീറ്റർ പുറകിലായിരിക്കും. ആക്ച്വലി നമുക്കറിയാം എസിന് 150 മീറ്റർ ഓടണം. എസിന് ഹെഡ് സ്റ്റാർട്ട് ഒന്നും ഇല്ല, എസിന് 150 മീറ്റർ ഓടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് ഓടിയിട്ടുണ്ടാകുന്നത് 180 മൈനസ് 35 ആയിരിക്കും. 180 മൈനസ് 35, അതായത് 115 മീറ്റർ ആയിരിക്കും എസ് ഓടിയിട്ടുണ്ടാകുന്നത്. 115 മീറ്റർ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം 6 ഹെഡ് സ്റ്റാർട്ട് കിട്ടി 5. അപ്പോൾ 6ന് ഇനി ഓടേണ്ടത് 145 മീറ്റർ ആണ്. 6 റേസ് ജയിച്ചു. ഓക്കെ, 6 റേസ് ജയിച്ചു. അപ്പോഴത്തേക്കും 35 മീറ്റർ പുറകിലാണ് എസ്, കാരണം ബീറ്റ് എസ് ബൈ 35 മീറ്റർ എന്നാണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇനി രണ്ടുപേർ എപ്പോഴാണ് റേസ് ഫിനിഷ് ചെയ്യുന്നത്? ഒരാൾ ഓടി ഇവിടെ എത്തി, ആ ഒരു ടൈം 10 സെക്കൻഡ് അല്ലെങ്കിൽ ടി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അതേ ടി സെക്കൻഡിൽ തന്നെ ബാക്കിലുള്ള ആള് ഇവിടെ എത്തുമ്പോൾ നിൽക്കും. അപ്പോൾ കാരണം ഇവൻ ഓടി ഫിനിഷ് ചെയ്തു, ഇവൻ ക്രോസ് ചെയ്തു പോയെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കിലുള്ളവൻ ഇത്ര പുറകിലാണെന്ന് പറയണമെങ്കിൽ അവനും ഈ ടി സെക്കൻഡിൽ കൊണ്ട് ഓടിയ ദൂരമായിരിക്കും നമ്മൾ എടുക്കുന്നത്, കണക്കാക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ടൈം ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആറിന്റെയും എസിന്റെയും കേസ് നോക്കുവാണ്. നമുക്കറിയാവുന്ന കേസ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡി ഈസിക്കൽ ടു വി ടി എന്ന് നമുക്കറിയാം. ഓക്കെ, അത് ഇവിടെ ഇനിയിപ്പോൾ ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ അതേ റേഷ്യോ തന്നെയായിരിക്കും സ്പീഡും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആറിന്റെയും എസിന്റെയും സ്പീഡ് എടുക്കുവാന്ന് വിചാരിക്കുക. സ്പീഡിന്റെ റേഷ്യോ കിട്ടാൻ എനിക്ക് ആക്ച്വലി ഡിസ്റ്റൻസിന്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, സ്പീഡിന്റെ റേഷ്യോ കിട്ടാൻ എനിക്ക് എന്ത് എടുത്താൽ മതി? ഡിസ്റ്റൻസിന്റെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവൻ 145 ആയിരുന്നു, നമ്മൾ നേരത്തെ വരച്ച അനുസരിച്ച് 115 ഇവന് മതി. 150 35 കുറച്ച് 115 മതി. അപ്പൊ ഞാൻ ഇതിനെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 29:23. ഈ 29:23 ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? 6ഉം എസും തമ്മിലുള്ള സ്പീഡിന്റെ റേഷ്യോ വരാൻ പോകുന്നു. 6ഉം എസും തമ്മിലുള്ള സ്പീഡിന്റെ റേഷ്യോ വരാൻ പോകുന്നു. ഓക്കെ, ഇത്രയും ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 100 മീറ്ററിന്റെ റേസാണ്. 100 മീറ്ററിന്റെ റേസാണ്. ഓക്കെ, 100 മീറ്ററിന്റെ റേസാണ്. ഓക്കെ, ഇഫ് എസ് ഗെറ്റ് 25 ഹെഡ് സ്റ്റാർട്ട്. ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എസിനോട് പറയുവാണ്, നീ ഒരു 25 മീറ്റർ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കോളാൻ പറയുവാണ്. അപ്പോൾ എസിന് ഇനി 75 ആക്ച്വലി ഓടണം. കറക്റ്റ് അല്ലേ? 100 ആകണമെങ്കിൽ 75 ഓടിയാൽ മതി. പക്ഷെ 6ന് എന്ത് ചെയ്യണം? ഫുൾ ഓടണം. ഇപ്പൊ നമ്മൾ ഇത് ആര് ജയിച്ചു എന്ന് കണ്ടുപിടിക്കണം, അല്ലെ? ആര് ജയിച്ചു എന്ന് കണ്ടുപിടിക്കണം.
അതിന് ആക്ച്വൽ സ്പീഡ് വേണം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എടുക്കുന്ന ടൈം കണക്കാക്കാൻ പോവാം, ടൈമിന്റെ റേഷ്യോ എടുക്കാൻ പോകും. നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് 6ന് ഇനി 100 ഓടണം. 6ന് ഇനി 100 മീറ്റർ ഓടണം. ഓക്കെ, ആ 100 മീറ്റർ ഓടാനായിട്ട് അവൻ ജയിക്കണമെങ്കിൽ 100 മീറ്റർ ഓടണമല്ലോ. അവൻ്റെ കയ്യിലുള്ള സ്പീഡ് 29ആണ്. അവൻ്റെ കയ്യിലുള്ള സ്പീഡ് 29ആണ്. ഓക്കെ, 29x, കാരണം റേഷ്യോ ആണ്. എസിന്റെ കേസിൽ 75 ഓടിയാൽ മതി. 75 ഓടിയാൽ മതി. ഓക്കെ, 75 ഓടിയാൽ മതി. അപ്പോൾ 75 ഓടണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള സ്പീഡ് 23ആണ്. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് താഴെ സ്പീഡിന്റെ റേഷ്യോ. ഞാൻ ഇവിടെ ടൈമിന്റെ റേഷ്യോ എടുക്കുവാണ്. ടൈമിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇത് കട്ട് ചെയ്യുന്നു. ഓക്കെ, 4, 25, 4, 3. ടൈമിന്റെ റേഷ്യോ എടുക്കുമ്പോൾ 23 × 4 92. ഓക്കെ, ഇവിടെ 29 × 3 എന്ന് പറയുമ്പോൾ 87. അതായത് എസിന് ഇവിടം വരെ പോകാനായിട്ട് 87 സെക്കൻഡും 87 യൂണിറ്റ് സെക്കൻഡും, ഇവന് ഇവിടം വരെ പോകാനായിട്ട് എത്ര ടൈമും എടുത്തിരിക്കുന്നത്? 92 ടൈമിന്റെ റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 92 ടൈമിന്റെ റേഷ്യോ ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആരായിരിക്കും റേസ് ജയിച്ചിട്ടുണ്ടാകുന്നത്. എസ് ആയിരിക്കും ജയിച്ചിട്ടുണ്ടാകുന്നത്. ഇത് തന്നെ മനസ്സിലായി, എസ് ആയിരിക്കും ജയിച്ചിട്ടുണ്ടാകുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. ദെൻ നാലാമത്തെ ഓപ്ഷനും അല്ല എന്ന് മനസ്സിലായി. ഇനി 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഓപ്ഷൻ ബി 2 അല്ലെങ്കിൽ 3. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനാണ് ഉള്ളതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എസ് ആണ് ജയിച്ചതെന്ന് മനസ്സിലായി. എത്ര ഡിസ്റ്റൻസിന് ജയിച്ചു എന്ന് മനസ്സിലാക്കണം, അല്ലെ? എത്ര ഡിസ്റ്റൻസിന് ജയിച്ചു എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇപ്പോ എസ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കാം. എസ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അവൻ എടുക്കുന്ന ടൈം നമ്മൾ പറഞ്ഞു. അവൻ ഫിനിഷിംഗ് പോയിന്റിൽ 75 ഡിസ്റ്റൻസ് ആണെങ്കിൽ ബൈ 23 യൂണിറ്റ്, അല്ലെ? 23 യൂണിറ്റ് ടൈമിൽ സ്പീഡിലും ഓടി ഈ ഒരു ടൈമിലായിരിക്കും അവൻ റീച്ച് ചെയ്തതെന്ന് പറഞ്ഞു. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ആരാണ് 6 ഓടി ഇവിടെ എത്തിയുള്ളൂ എന്ന് വിചാരിക്കുക. 6 ഓടി ഇവിടെ എത്തിയോളൂ എന്ന് വിചാരിക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ആക്ച്വലി എന്ത് വിൻ ചെയ്തിട്ടുണ്ടാകുന്നു? എസ് വിൻ ചെയ്തിട്ടുണ്ടാകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എസ് ഓടാനെടുത്ത ടൈമില് നമ്മുടെ 6 എത്ര ഓടി എന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, 6ന്റെ സ്പീഡ് 29ആണ്. 75/23 എസ് എടുത്ത ടൈം. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും 6 കവർ ചെയ്തിട്ടുണ്ടാകുന്നത്. നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ആക്ച്വലി ഈ ഒരു ഡിസ്റ്റൻസാണ് വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? 100 ൽ നിന്ന് ഈ 29 × 75/23 കുറയ്ക്കണം, അല്ലേ? ഇത്രയും കുറയ്ക്കാനായിട്ട് എളുപ്പമാക്കാനായിട്ട് ഞാൻ 25 വെളിയിലെടുക്കുന്നു. സോ ഇവിടെ 4 വരുന്നു. ദെൻ ഇവിടെ 29 വരുന്നു, × 3 വരുന്നു, ബൈ 23 വരുന്നു. ഓക്കെ, 25 മുകളില് 92, ഇവിടെ 87. ഓക്കെ, ദെൻ 23. ഓക്കെ, നമുക്ക് ചെയ്തു വരുമ്പോൾ 25 × 5/23 എന്ന് പറഞ്ഞ് കിട്ടും ഫൈനൽ ആൻസർ. ഇത്രയും ഡിസ്റ്റൻസിനായിരിക്കും എസ് ആറിനെ ബീറ്റ് ചെയ്തതെന്നായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, 5 × 25/23. 5 × 25/23 എന്ന് പറയുമ്പോൾ തന്നെ അത് 5-നേക്കാളും വലിയൊരു വാല്യൂ വരുള്ളൂ. 4.4 വരത്തില്ല. ഓക്കെ, 5 × 25/23 എന്ന് പറയുമ്പോൾ തന്നെ അത് ഉറപ്പായിട്ടും എന്തേ വരുള്ളൂ? 5-നേക്കാളും വലിയ വാല്യൂ വരും. കാരണം ന്യൂമറേറ്ററിൽ വലിയ സംഖ്യയാണ്. സോ ഇതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ.
നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. സോ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. നമ്മൾ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അവരുടെ സ്പീഡിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ആദ്യം ഫിനിഷ് ചെയ്യണേന്ന് നോക്കി, ആരാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യണേന്ന് നോക്കി. ഇനി ഫസ്റ്റ് ഫിനിഷ് ചെയ്യാൻ എടുത്ത ടൈമിൽ ബാക്കിയുള്ളവന് എവിടം വരെ ഓടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ബാക്കിയുള്ളവന് എവിടം വരെ ഓടാൻ പറ്റുന്നു എന്ന് നോക്കി. സോ എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു വഴി.